സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം BCOC 132 എന്ന് പറയുന്ന സബ്ജക്റ്റ് കോഡ് അല്ലേ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് എക്സാം 16-ാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ എക്സാം ഏകദേശം അടുക്കാറായി. അപ്പോൾ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ കൂടുതലും കോഴ്സ് ചെയ്യുന്നവരെന്താ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ പഠിത്തം മുടങ്ങിപ്പോയി പിന്നീട് ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിൻ്റെ ഒപ്പം ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് എന്താ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി എക്സാമിനാകെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ നേരം കൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസും ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നോക്കി സെലക്ട് ചെയ്ത് അത് പഠിച്ച് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അല്ല, അതിന് ചെറിയൊരു തിരുത്തുണ്ട്. ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് അല്ല, അതിനൊരു തിരുത്തുണ്ട്. കാരണം എന്താണ്? നിങ്ങളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമുണ്ടോ എക്സാമിന്? ഇല്ല, ചിലപ്പോൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ പെടില്ലേ? അപ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ആ ടോപ്പിക്സിൽ തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എക്സാമിന് ഏത് ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ടോപ്പിക്സ് നോക്കിപ്പോയൊക്കെയാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിക്കും. ചിലപ്പോൾ ഫീച്ചേഴ്സ് ചോദിക്കാം, അഡ്വാൻറ്റേജ് ചോദിക്കാം, ലിമിറ്റേഷൻ ചോദിക്കാം. നമുക്കപ്പോൾ ആ ടോപ്പിക്ക് അറിയാൻ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. അല്ലാണ്ട് നിങ്ങൾ ഒരു ഫ്യൂച്ചർ ശരിയാണ്, ഫ്യൂച്ചർ മാത്രം അറിയണമെങ്കിൽ അഡ്വാൻറ്റേജ് ഇതൊക്കെ ആക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആവണം എന്നില്ല, പല രീതിയിലുള്ള അപ്പോൾ ടോപ്പിക്സ് നോക്കി പോയാൽ മതി. ഓക്കെ, ഞാനപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാർ ഇട്ടത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സ്റ്റാർ ഇട്ട് വെച്ചേക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ എന്തായാലും ഹൈലൈറ്റും കൂടി ചെയ്യാം, അല്ലെങ്കിൽ പണിയാം അല്ലേ, ഹൈലൈറ്റും കൂടി ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSRA എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ആ ഒരു ടോപ്പിക് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ അടയാളപ്പെടുത്തേണ്ടോ, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. 2 എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ മാർക്കറ്റിംഗ് മിക്സ്, ഇത്ര മിക്സുകളുണ്ട്, അത് പഠിച്ചിട്ട് പോകണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 4 ഫേസ് ഉണ്ട്, അത് പഠിച്ചിട്ട് വേണം പോകാൻ. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ എനിക്ക് തോന്നുന്നു 2 ടൈംസ് എന്തോ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, വെഞ്ചർ ക്യാപിറ്റൽ 2 ടൈംസ് എന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല, അത് പഠിച്ചിട്ട് പോയാൽ മതി. ഇനി ഇവിടെ എഴുതിയത് മാറിയുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, നീട്ട് എഴുതിയിട്ടുള്ള HR എന്ന് എഴുതിയിട്ടുള്ളൂ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക അറ്റംപ്റ്റിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി. ഇനി ട്രേഡ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്യണം നോക്കണ്ട കേട്ടോ, അത് ചിലതിൽ മാത്രം ചെയ്യണുള്ളൂ. ഹൈലൈറ്റ് ചെയ്യാത്തത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റാർ ബ്ലൂവിലും റെഡിലൊക്കെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർ ചെയ്തത് എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. ഇനി മൊറാലെ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ നിന്ന് 2 വട്ടമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതും പഠിച്ചിട്ട് പോകാം. ഇനി 1 പേഴ്സൺ കമ്പനി ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 പേഴ്സൺ കമ്പനി ഒരു വട്ടമാണ് ചോദിച്ചിരിക്കുന്നത്, അത് നോക്കണം. ലീഡർഷിപ്പിൽ നിന്ന് പലവട്ടം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, അതിനെ സ്റ്റാർ മാർക്കിട്ട് വെച്ചേക്കണം. അപ്പോൾ ഈ പല രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം എന്താണ് അപ്പോൾ പഠിക്കേണ്ടതെന്ന്. ഒന്നുമില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഈ ഓരോ ടോപ്പിക്സും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അത് വായിക്കുക. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും ലീഡർഷിപ്പ് എന്താണ്, ഇനി അതിനെന്തെങ്കിലും ഫീച്ചേഴ്സിൻ്റെ അത് കൊടുക്കും, ലീഡർഷിപ്പ് കൊടുക്കും, ഒരു ലീഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുക, വായിച്ചു പോകാം. നിങ്ങൾ ഈ ബിസിനസ് പോലത്തെ എക്സാമിൽ പോണതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാലോ. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ് ഓർഗനൈസേഷൻ പോലത്തെ ഉള്ള സബ്ജക്റ്റുകളിൽ ഇപ്പോൾ ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. ഫീച്ചേഴ്സോ ലിമിറ്റേഷൻ അഡ്വാൻറ്റേജ് എന്തോ ആവട്ടെ അതാണ് ചോദിക്കുന്നത്. ഒരു 6 ഫീച്ചേഴ്സ് അതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നൊന്ന് എഴുതുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു ഹെഡിങ് തന്നിട്ടുണ്ടാവും. ഒരു ഹെഡിങ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ ഒരു കോംപ്ലക്സ് എന്നൊക്കെ രീതിയിലൊരു ഹെഡിങ്ങാണ് തന്നിരിക്കണമെന്ന് കരുതുക. ഓക്കെ, കോംപ്ലക്സ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഹെഡിങ് തന്നേക്കുന്നത് കരുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഹെഡിങ് ആദ്യം കൊടുക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ. ആ ഹെഡിങ് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഹെഡിങ്സ് ഉണ്ടാവും. ഈ ഹെഡിങ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചിട്ട് വേണം പോകാൻ. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചില്ലെങ്കിൽ ഹെഡിങ് പഠിക്കണം. അപ്പോൾ ഈ ടീച്ചേഴ്സ് എന്താ നോക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ ഹെഡിങ്സ് കറക്റ്റായി ഈ പയ്യൻ ഇതൊക്കെ അറിയണതാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ടിക്ക് ചെയ്യും. എന്നിട്ട് ചെറുതായിട്ട് എന്താ ഇതും ഒന്ന് വായിച്ചു നോക്കി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ട് ഇത് മാർക്കിട്ട് ഇത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. ഇതെന്ത് ചെയ്യുക, ഡിറ്റോ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. ഡിറ്റോ കോപ്പി അല്ലെങ്കിലും അതേ രീതിയിലെങ്കിലും എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ച കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 1% ലീഡർഷിപ്പ് വരെയാണ് പറഞ്ഞത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്. അതിൽ നിന്ന് ഇടയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. ഇനി പ്ലാനിങ് സ്റ്റാറാണ് ഇമ്പോർട്ടൻ്റ്. പ്ലാനിങ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അത് നോക്കണം. പിന്നെ പ്ലാനിങ് പോലെ തന്നെ വേറൊരു കാര്യമുള്ളത് എന്താ, കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ മാത്രമല്ല എപ്പോഴും ചോദിക്കണം. ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത്തും അതുപോലെ തന്നെ എന്താ നമ്മൾ ഇതില്ല അത് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. അത് ലെങ്ത്ത് കൂടണതിൻ്റെ അല്ല. അതായത് ഓരോ അറ്റംപ്റ്റിലും പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ എന്താ ഒരു വട്ടം ചോദിച്ചാൽ പിന്നെ ചോദിക്കില്ല. അങ്ങനത്തെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം പഠിക്കാൻ പോസിബിൾ അല്ല. ഓക്കെ, ഇതൊരു റെഗുലർ ക്ലാസ്സുമല്ല, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വീഡിയോ. ഇനി കോർപ്പറേറ്റീവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് CSRൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ആ ടോപ്പിക്ക് നോക്കാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കല്ല, പക്ഷേ CSR വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓർഗനൈസേഷനിലെ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ടൈപ്പ് എന്താ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 2 സ്റ്റാർട്ട് ചെയ്യണണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷനിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാർട്ണർഷിപ്പ് ആൻഡ് ഡീഡ്. പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പ് ഡീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. പാർട്ണർഷിപ്പ് ആൻഡ് ഡീഡ് ഇതിൽ നിന്ന് ഒരു വട്ടം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. 1-2 വട്ടം ചിലപ്പോൾ കൂടിപ്പോയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇനി എന്താ, നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ട്. അതായത് ഒരു 4 ഐറ്റമൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഐറ്റം തന്നിട്ട് ഓരോ ഇത്ര മാർക്ക്, ഇപ്പോൾ 4 ഐറ്റം ആണെങ്കിൽ ഒരെണ്ണത്തിന് 5 മാർക്ക് വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണ് പൊതുവെ ചോദിക്കാറ്. അല്ലെങ്കിൽ കുറേ അറ്റംപ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് ചെയ്യും, അവരൊരു ഹെഡിങ് തരും, അതായത് മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മേക്ക് ഇൻ ഇന്ത്യ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ടെസ്റ്റിലുണ്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന്. അപ്പോൾ ഇവിടെ എന്താ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ, ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്താൽ പിന്നെ ഞാൻ ഓൾറെഡി ഇതിലെടുത്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ, മേക്ക് ഇൻ ഇന്ത്യ, മാർക്ക് ഇൻ ഇന്ത്യ, MSME ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ഡിജിറ്റൽ വാലറ്റും ചോദിക്കാറുണ്ട്. ഡിജിറ്റൽ വാലറ്റ് എന്താണ് ചോദിക്കാറുണ്ട്. ഈ കൊമേഴ്സ് ഞാൻ നോട്ട്സിൽ എഴുതിയെങ്കിൽ പോലും ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ മതി. അത് essay ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ കൊമേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇന്നോവേഷൻ പല രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ എന്താ നോട്ട് എഴുതാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ എന്തായാലും നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ പോകാൻ. ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ല, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. ഡെലിഗേഷൻ ഓവറല്ല കേട്ടോ, F ആണത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതെന്താ, അതോറിറ്റി വിട്ടു കൊടുക്കുക, അങ്ങനെ ഒരു സംഭവമില്ലേ, അതാണ്. ഇനി ഒരു വട്ടം എന്താ കമ്പനി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലോ ഒക്കെ പഠിച്ചപ്പോൾ കമ്പനി എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ടാസ്ക് ഒന്നും അല്ല. കമ്പനിയൊക്കെ എന്താ നമ്മൾ ലോയിൽ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും കമ്പനി. അല്ലെങ്കിൽ എന്താ നമ്മൾ ടെസ്റ്റിലുണ്ട്, വായിച്ച് നോക്കാൻ പോവാം. പ്രൈസിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എത്ര വട്ടം വന്നു, 2 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബിസിനസ് എത്തിക്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു വട്ടമേ ചോദിച്ചിട്ടുള്ളൂ. അതും എന്താ നോട്ട് എന്ത് എഴുതാനായിട്ട് 20 മാർക്കിനൊന്നും ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൽ 17 essay ക്വസ്റ്റ്യൻസും അല്ലാണ്ട് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ എഴുതിയേക്കണം. ലെഫ്റ്റ് സൈഡിൽ 17 ക്വസ്റ്റ്യൻസ് ഉണ്ട്.
ഏകദേശം ഒരു 10-25ൻ്റെ മേളിലൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എടാ അതുപോലെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താ, നമ്മുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്താ, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ, വേറെ ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തുകൂടെ? തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. മിക്ക അറ്റംപ്റ്റ്സിലും ചോദിക്കാറുണ്ട്, ചോദിക്കാത്ത അറ്റംപ്റ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഫ് ഷോറിങ് ആൻഡ് ഔട്ട് സോഴ്സിങ്. ഇത് ഒരു വട്ടം മാത്രമേ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ, എങ്കിൽ പോലും പഠിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെൻറ്റ്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഒരു എസ്സേ കൂടി പ്രതീക്ഷിക്കുക. ഈ ടോപ്പിക്ക് നിങ്ങൾ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് ബിസിനസ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം, ചിലപ്പോൾ എസ്സേ ആയിട്ടത് വരാം. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണില്ല, ഏറ്റവും ടെക്സ്റ്റ് ബുക്കിലുള്ളത് കാര്യം. ഇതെന്താ 1 ടൈം മാത്രം ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അത്ര സ്റ്റാർ കൊടുത്തിട്ടുള്ള ടൈം ഉണ്ട് പഠിച്ചിട്ടുണ്ടോ പോകാൻ. മേക്ക് ഇൻ ഇന്ത്യ വേഴ്സസ് മെയ്ഡ് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ ഞാൻ ഓൾറെഡി പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഈ മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്തായാലും പഠിച്ചിട്ട് പോയാൽ മതി. ഈ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ എസ്സേ ആയിട്ടെങ്കിലും നേരത്തൊക്കെ കണ്ടുപോലെ വരാം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇത് 1 ടൈം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി, ഇത് എത്ര ടൈം ചോദിച്ചിട്ടുണ്ട്? 1 ടൈം. ഇ കൊമേഴ്സ് ആൻഡ് എം കൊമേഴ്സ്. ഓക്കെ, ഇതെന്തായാലും പഠിച്ചിട്ട് പോയിക്കോട്ടെ, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നേരത്തെ കണ്ടോളൂ ഇ കൊമേഴ്സ് എന്താണെന്ന് എസ്സേ ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ഇ കൊമേഴ്സ് എപ്പോഴും ചോദിക്കണമെങ്കിൽ വട്ടം എന്താ എം കൊമേഴ്സ് എസ്സേ ആയിട്ട് ചോദിക്കാം. എടാ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതിൻ്റെ ഡിഫറൻസ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ തമ്മിലുള്ള വ്യത്യാസം. ഇക്വിറ്റി ഷെയറും അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്, ഒരു വട്ടമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എടാ പക്ഷെ അത് അത്ര പാടില്ല, പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. അതായത് ലിമിറ്റഡ് കമ്പനിയും ഇങ്ങനെയാണ് നോക്കേണ്ടത്, ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് അല്ല. ഞാൻ അത് ഷോർട്ടായിട്ട് ചെയ്യാൻ, ലിമിറ്റഡ് കമ്പനിയും അൺലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. അത് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്? 1 ടൈം. ഇനി എക്കണോമിക് ഒബ്ജക്റ്റീവ്, ഇങ്ങനെ വായിക്കാൻ, എക്കണോമിക് ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തത് ബോണസും ഇൻസെൻറ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയുമാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത്. ഇത് എത്ര ഉണ്ട് ഇപ്പോൾ, എത്ര ഡിഫറൻസ് ആയി നമുക്കൊന്ന് നോക്കാം. 1, പേന മാറിപ്പോയി, 2, 3, 4, 5, 6, 7, ഇപ്പം തന്നെ ഏകദേശം 12 ആയിട്ടുണ്ട്. ഇനിയും ഇല്ലാണ്ടല്ല, ഇനിയും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം കൂടി എടുത്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോസിബിളാണ്. അങ്ങനെ പഠിക്കാനുള്ളവരാണെങ്കിൽ ആദ്യം തുടങ്ങി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു വന്നിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും കൂടി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അല്ലാണ്ട് ഇത് മാത്രം പിടിച്ച് ഈ എക്സാമിന് പോയിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും പാസ് മാർക്ക് ഉള്ളതിനൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോയാലുണ്ടല്ലോ നിങ്ങൾ പാസ്സാകും. അതായത് 100-ലല്ലേ 35 മാർക്ക് വേണം, അല്ലെ 100-ൽ 35 മാർക്കും ഉറപ്പായിട്ടും കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച് കഴിഞ്ഞാൽ പാസ് മാർക്ക് ഷുവറായിട്ടും പാസ് മാർക്ക് ഉറപ്പിക്കാം. അതിനുപരി 100-ൽ 90 കിട്ടണമെങ്കിൽ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞിരിക്കണം. കാരണം കുറച്ച് ക്വസ്റ്റ്യനൊക്കെ എന്താ പുതിയ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഓക്കെ, ഈ സെക്ഷൻ ഇത്രയും ഉള്ളൂ. പിന്നെ എന്താ, നമ്മൾ ക്ലാസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3rd ഇയർ ക്ലാസ്സാണ് ഇപ്പോൾ കറൻ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് BCOE 143 ആണെന്ന് തോന്നുന്നു. FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കാം. ഇതിലെന്താ മെസ്സേജ് ചെയ്താൽ മതി ക്ലാസ്സുകൾ വേണമെങ്കിൽ. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. പിന്നെ നിങ്ങൾ 3rd ഇയർ മാത്രം ക്ലാസ് ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് വേറെ ക്ലാസ്സുകളുണ്ട്. ഞാൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഞാൻ ഡീൽ ചെയ്യും, ഇ കൊമേഴ്സ് ഡീൽ ചെയ്യും, മെയിനായിട്ട് FM
കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യണത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് BCOC 131 സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഈ BCOC 132 ക്ലാസ്സിലേന്ന് നിങ്ങളിപ്പോൾ ചോദിക്കണല്ലേ, വിചാരിക്കണ്ടാവല്ലേ. എടാ BCOC 132 ക്ലാസ് നമ്മൾ തൽക്കാലം പ്ലാൻ ചെയ്യണില്ല, നമുക്ക് വേറെ ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എക്സാം കഴിയണ്ടാവും, ഇത് കാണണ്ട. ഇനി അടുത്ത ആരെങ്കിലും വന്നിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം. ആ ടൈമിൽ നമ്മൾ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.